നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വിശ്വാസക്കുറവൊന്നുമല്ല അമ്മേ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, എപ്പോഴാ മനസ്സ് മാറണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അക്കാര്യത്തിൽ നീ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. എങ്കിൽ ആധാരം എഴുതിക്കാനുള്ള ഏർപ്പാട് അമ്മ ഇപ്പോഴേ തുടങ്ങിക്കും. ഞാൻ എന്റെ കടമകൾ കൃത്യമായിട്ട് ചെയ്തോളാം. അഭി ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ഈ വീട് സ്ഥലം എന്റെ പേരിലെന്ന് അറിഞ്ഞ് ഞെട്ടണം. നീ അവനോട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഒരിക്കലും പറയില്ലമ്മേ. അമ്മയ്ക്ക് എന്നോടും മോളോടും ഉള്ള സ്നേഹം കൊണ്ടാ എഴുതി തന്നെന്ന് ഞാൻ പറയുള്ളൂ. ആദ്യം നീ ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യും, എന്നിട്ട് അരുന്ധതിയെ കൊണ്ട് ഭരത്തിനോടൊപ്പം ഇനി ജീവിക്കാൻ താല്പര്യമില്ലെന്ന് പറയിപ്പിക്കും. പിന്നീടുള്ളതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ശരിയമ്മേ, ഇനി എന്റെ അടുത്ത ശ്രമം അതാ. നോക്കുമ്പോളെ, നമ്മുടെ ഈ ശ്രമം ഒരു കാരണവശാലും പ്രതാപേട്ടന്റെ ചെവിയിലെത്തരുത്. എന്റെ നാവിൽ നിന്ന് എന്തായാലും ഒന്നും പുറത്തു വരില്ല. അത് മതി. ഓ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. ഇത് നല്ല ഡിസൈൻ ആണല്ലോ അമ്മേ. അതെ, ഞാനിത് ദുബൈയിൽ പോയപ്പോ മേടിച്ചതാ. ഈ മാല എനിക്ക് തരുമോ അമ്മേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അല്ല, ഞാൻ എന്ത് ചോദിച്ചാലും അമ്മ തരുമെന്നൊന്ന് പരീക്ഷിച്ചതാ. അയ്യോ, അതിനെന്താ? എനിക്കിപ്പോ മാലയോ ഈ വീടോ അതൊന്നുമല്ല പ്രധാനം, എന്റെ മോളുടെ ഭാവിയാ. ഇഷ്ടപ്പെട്ടോ? ഞാൻ അമ്മയുടെ മനസ്സൊന്ന് പരീക്ഷിച്ചതാ. ഇത് എനിക്കിഷ്ടപ്പെട്ടു. എടി ഭയങ്കരി, നീ ആള് കൊള്ളാലോ. ഭാവന, ഇത് എവിടുന്ന് വരുന്നു കവറൊക്കെ ആയിട്ട്? അതൊക്കെ പറയാം. അതെ, ഇതിന്നൊരു കവർ സെലക്ട് ചെയ്യ. അതെന്തിനാ? അതെ, സെലക്ട് ചെയ്യ. ഒരാള് പറഞ്ഞു തന്ന ബുദ്ധിയ. തന്റെ മനസ്സിൽ എന്താണെന്ന് നോക്കട്ടെ. അതെന്താ, എന്റെ മനസ്സ് ഈ കവറിനുള്ളിലാണോ? തമാശയൊക്കെ പിന്നെ പറയാം. ആദ്യം താൻ ഈ കവർ എടുത്ത് നോക്ക്. നോക്ക്. ഹായ്. ഹായ് സൂര്യ, നല്ല ഡ്രസ്. ഇത് ആർക്കാ? നമ്മുടെ കുഞ്ഞിന്. നമ്മുടെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ചെറിയ പരീക്ഷണമായിരുന്നു. ഒരു കവറിൽ ആൺകുട്ടിയുടെ ഡ്രസ്സും വേറൊരു കവറിൽ പെൺകുട്ടിയുടെ ഡ്രസ്സും. ഇതിൽ താൻ ആദ്യം ഏതെടുക്കുന്നോ അതാണ് തന്റെ മനസ്സിലുള്ള കുട്ടിയെന്നാ പറഞ്ഞത്. ആര്? നമ്മുടെ മോനി. മോനിയോ? അവനെന്താ ജോൾസിനാണോ അതോ പ്രശ്നപരിഹാര സ്വാമിയോ? എന്തായാലും ഡ്രസ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ശരിക്കും തനിക്ക് മോനെയാണല്ലോ ഇഷ്ടം. കൃത്യമായിട്ട് അത് തന്നെ ആദ്യം എടുക്കുകയും ചെയ്തു. എനിക്കറിയാം സൂര്യ, നിന്റെ മനസ്സിൽ നിനക്കിഷ്ടം മോളെയാണെന്ന്. നീ നോക്കിക്കോ, ഞാനൊരു സുന്ദരി മോളെയാവും നിന്റെ കയ്യിലേക്ക് തരാൻ പോകുന്നത്. ഇതൊക്കെ രസമല്ലേ ഭാവന?
ഞാൻ ഇനി മോളുടെ ഡ്രസ്സ് കൂടെ നോക്കട്ടെ. ഈ കവറിൽ ഇത് എന്തു പറ്റി? ചെളി പുരണ്ടിരിക്കുന്നു. അത് ആ വരുന്ന വഴിക്ക് എന്റെ കയ്യിൽ നിന്നും താഴെ വീണു, അങ്ങനെ ചെളി പറ്റിയതാവും. ദാ, വച്ചേക്ക്. സൂര്യ, സൂര്യയുടെ ഷർട്ടിൽ എന്താ ചെളി പറ്റിയിരിക്കുന്നത്? വീണോ? സൂര്യ സത്യം പറ, ആരോടെങ്കിലും വല്ല പിടിവലിയും ഉണ്ടായോ? ഇല്ല ഭാവന. ദേ എന്നോട് കള്ളം പറയല്ലേ. പിന്നെ ഇത് എന്ത് പറ്റിയതാ? അത് കാറിൽ നിന്നൊന്നും വീണായിരുന്നു, അങ്ങനെ പറ്റിയതായിരിക്കും. സൂര്യ ദേ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. ഭരത്തിനെ കണ്ടിരുന്നോ? മനസ്സിലായി, അവനെ കണ്ടപ്പോ സൂര്യ ഉപദേശിച്ചു കാണും അല്ലേ? അതെ ഭാവന, ഞാൻ അവനെ കണ്ടു. പക്ഷെ അവനിപ്പോ ആകെ മാറിപ്പോയി. അവൻ എല്ലാരോടും ദേഷ്യമാണ്. നമ്മളെയൊന്നും അവനൊരു മൈൻഡും ഇല്ല, അത്രമാത്രം മാറിപ്പോയി. സൂര്യ, ഞാനത് എന്തൊക്കെയാ കേൾക്കുന്നത്? അവനത് എന്ത് ഭാവിച്ചിട്ടാ? താനൊന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. അങ്ങനെയൊന്നും പറഞ്ഞ പറ്റില്ല സൂര്യ. അവനങ്ങനെ തോന്നിയ സത്തിന് വിടാനൊന്നും പറ്റില്ല. എനിക്ക് അവനെ കാണണം. ആദ്യം അവൻ എവിടെയാ ഉള്ളതെന്നൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഇതുവരെ ദൈവം തനിക്കൊപ്പം നിന്നിട്ടില്ലേ? ഇവിടെ അങ്ങനെയാണെന്ന് വിശ്വസിക്കാം. അംബാലിക ആന്റി അവനെ പുറത്താക്കിയപ്പോ ജീവിതം കൈവിട്ടു പോയെന്ന ചിന്തയായിരിക്കും അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. സൂര്യ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. SI സാർ പറഞ്ഞതും ഈ നടന്നതൊക്കെ വെച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. ഞാൻ ഇതുവരെ അവനെ പഠിപ്പിച്ചതൊക്കെ വെറുതെ ആവോ ഇനി? അങ്ങനെയൊന്നും സംഭവിക്കില്ല. താൻ വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ ആന്റി, അരുന്ധതിയോ? അരുന്ധതിയോ? എന്തിനാ? നിന്റെ ദേഷ്യം തീർക്കാനോ? എന്നാലേ അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ആന്റി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലാ അവളോട് അങ്ങനെയൊക്കെ ചെയ്തത്. സോറി ആന്റി. നിന്റെ ദേഷ്യം തീർക്കാനല്ല ഞാൻ എന്റെ മോളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. പോട്ടെ പോട്ടെ എന്ന് വെച്ചപ്പോ അധികാരം കാണിക്കുന്നു. എന്റെ മോൾക്കിനി നിന്നെ വേണ്ട, അത്ര തന്നെ. അത് അവള് പറയട്ടെ. ആ, അരുന്ധതി പറയും. പറയേണ്ടടുത്ത് അവള് പറഞ്ഞോളും. തൽക്കാലം നീ നിന്റെ പാട്ടിന് പോവാൻ നോക്ക്. വന്നിരിക്കുന്നു ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ. നിനക്കും നിന്റെ ഭാവനേച്ചിക്കും ഭരിക്കാനുള്ളതല്ല എന്റെ വീടും ഞങ്ങളും. അതാദ്യം നീ മനസ്സിലാക്ക്. ആന്റി, എനിക്കൊന്ന് അരുന്ധതിയോട് സംസാരിക്കണം. എടാ, നിനക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? നിന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാ അരുന്ധതി ഫോൺ കട്ട് ചെയ്തത്. ആ നിനക്കറിയോ? പ്രണയിച്ച് സ്വന്തമാക്കിയ പെണ്ണിനെ അവളുടെ മാതാപിതാക്കളുടെ മുൻപിലിട്ട് തല്ലുന്ന ലോകത്തിലെ ഒരേ ഒരു ചെറ്റ നീ ആയിരിക്കൂടാ. നിനക്കൊന്നും ബന്ധങ്ങളുടെ വില അറിയില്ലടാ. അതുകൊണ്ടാ അരുന്ധതിക്ക് പോലും നിന്നോട് വെറുപ്പായത്. ഇല്ല, അരുന്ധതി എന്നെ ഒരിക്കലും വെറുക്കില്ല. ഓ,
എനിക്കറിയാം അരുന്ധതി ആവില്ല എന്റെ ഫോൺ കട്ട് ചെയ്തത്. ആന്റി തന്നെ മനഃപൂർവ്വം ചെയ്തതാവും. ആണോ? ആ, എന്നാ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തൽക്കാലം നീ ഫോൺ വെക്ക്. ദേ മേലിൽ ഈ ഫോണിലേക്ക് നീ വിളിച്ചു പോരുത്.